ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കരിയർ സ്പെസിഫിക് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു സോഡിയാക് സ്പെസിഫിക് റീഡിംഗ് അല്ല. ഇതിൽ സോഡിയാക് സൈൻ, മൂൺ സൈൻ, നക്ഷത്രം ഒന്നും നോക്കാണ്ടാണ് ഞാൻ ഇതൊരു ജനറൽ ആയിട്ട് റീഡിംഗ്, ഓൾ സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ 3 സിറ്റുവേഷൻസാണ് നോക്കാൻ പോണത്. ഈ 3 സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഏതാ സിറ്റുവേഷൻ വെച്ചാൽ ആ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. എന്നുവെച്ചാൽ 3 സിറ്റുവേഷൻസിൽ ഏതും സിറ്റുവേഷൻ നിങ്ങളുടെ ആവാം. അപ്പോൾ ഈ വീഡിയോനെ മുഴുവനെ നോക്കുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് അയച്ചാൽ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. കരിയർ, ഫിനാൻസസ്, ബിസിനസ്സിൻ്റെ റീഡിംഗ്. ഞാൻ പറഞ്ഞ പോലെ 3 സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്സ് എടുക്കാൻ പോകുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ എന്താ സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങൾക്ക് അതുമാതിരി നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുന്നുണ്ടോ ഇല്ലേ, ഏത് സിറ്റുവേഷനാണ് റെസൊനേറ്റ് ആവണമെന്ന് വെച്ചാൽ ആ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് സിറ്റുവേഷൻ നമ്പർ 1 കരിയറിൽ നിങ്ങളുടെ, നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കരിയറിൽ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ നമ്പർ 1. അപ്പോൾ സിറ്റുവേഷൻ നമ്പർ 1 ഡെവിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് കാണുന്നത്. ഡെവിൽ ഒരു ടോക്സിക് സിറ്റുവേഷനാണ്. ഓക്കെ, ടോക്സിക് എനർജിയാണ്. അപ്പോൾ ഇത് ഓഫീസ് പോളിറ്റിക്സ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു സ്റ്റാഗ്നേഷൻ ആയിരിക്കാം, ഫിനാൻഷ്യൽ ലോസസ് ആയിരിക്കാം, കറപ്ഷൻ ആവാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ ബോസിൻ്റെ കൂടെ നിങ്ങളുടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാം, അതും ആവാം. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഡെവിൽ എന്താണ് ഇവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ടോക്സിക് സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇപ്പോൾ അതിനെ റിലീസ് ചെയ്യാനാണ് നോക്കണത്. എന്നുവെച്ചാൽ ഇത് ഇപ്പോൾ നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കാൻ പോണത്. ഇവിടെ എന്തോ എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ജോലി, കരിയർ നിങ്ങൾ എൻഡ് ചെയ്യാൻ പറഞ്ഞ ഒരു ജോലി വിടാനുള്ള എനർജിയിലാവാം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂച്ചറുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഫ്യൂച്ചറിൽ എന്താ വരാൻ പോണേ? കിങ് ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങൾ കുറേ പാഷനറ്റാണ് നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, ഇവിടെ ഒരു ഹെസിറ്റേഷൻ ഒന്നുമില്ല, ഇവിടെ ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ഷുവറാണ് അത് നിങ്ങൾ ചെയ്യണത് ശരിയാണെന്ന്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്നും നിങ്ങൾ ഷുവറാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഫെയർനെസ് ആണ് ഞാൻ കാണുന്നത്, ബാലൻസ് ആണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടിട്ട്, ഈ ജോലീനെ വിട്ടിട്ട് ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കേണ്ട വെച്ചാലും ഇവിടെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറേ പ്രോസ്പെറിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ, കുറേ സക്സസ് ഉണ്ട്. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കുറേ ടെമ്പററി ഇഷ്യൂസാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ കുറേ ബ്രൈറ്റാണ്. അതാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും വേറെ ആൾക്കാരുടെ. നിങ്ങൾക്ക് വേറെ ജോലി കിട്ടാനും പ്രശ്നമൊന്നുമില്ല. എല്ലാം ഉണ്ടാവുന്നത് ഒരു ഫെയറും ബാലൻസാണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. 9 ഓഫ് വാൻസ് നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു പേടി ഉണ്ടാവും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ. എന്നുവെച്ചാൽ ഇതൊരു വലിയ ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് തരുന്നത് എന്താ വെച്ചാൽ ഗോ ഫോർവേഡ്. എന്നുവെച്ചാൽ പേജ് ഓഫ് വാൻസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, എക്സൈറ്റിംഗ് എനർജിയാണ്, എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്സ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജി കാണാനുണ്ട്, സക്സസിൻ്റെ എനർജി ഉണ്ട്, ലോങ് ടേം സക്സസ് ആണ് ഇത്. അപ്പോൾ
എല്ലാം ശരിയാവും എന്നാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ സൈൻസ് ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ ഉണ്ട്, ആൻഡ് ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. ഇവിടെ ലീബ്ര എനർജിയും ഉണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ നമ്പർ 1. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സിറ്റുവേഷൻ നമ്പർ 2-ൽ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ സിറ്റുവേഷൻ നമ്പർ 2-ൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. എംപ്രസ് എനർജി. അപ്പോൾ ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ഹോബീനെ പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലായിരിക്കാം. ആൻഡ് ഇവിടെ ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇപ്പോൾ ഇത് ക്രിയേറ്റീവ് അല്ല വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെ എനർജിയും ആവാം. നിങ്ങൾ എന്തോ ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യണ എനർജി ആവാം. ഈ പുതിയ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. ഈ പ്രൊഫഷനിൽ നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. എന്നുവെച്ചാൽ ഇവിടെ ഗ്രോത്ത് ഉണ്ട്, കുറേ അബണ്ടൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു ബിസിനസ് എനർജിയാണ് എനിക്ക് കിട്ടണേ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ തുടങ്ങിയിട്ട് അതിനെ ഗ്രോ ചെയ്യണ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് ആവാം, ക്രിയേറ്റീവ് ഫീൽഡിൽ എന്തെങ്കിലും ആവാം, ഒരു ഹോബീനെ ഞാൻ പറഞ്ഞ പോലെ പ്രൊഫഷനിൽ കൺവേർട്ട് ചെയ്യണ എനർജി ആവാം. ഇവിടെ ഡെത്ത് ഉണ്ട്, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. അപ്പോൾ വലിയ ചേഞ്ചസ്, വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ കരിയറിൽ. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ മേ ബി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല വെച്ചാൽ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പാർട്ട്ണറിനെ കിട്ടും, ബിസിനസ് പാർട്ട്ണർ. ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ വ്യൂസും അതൊക്കെ നല്ല പോലെ മാച്ച് ചെയ്യണ ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ ഒരു കൊലാബറേഷൻ ഉണ്ട്. ആൻഡ് ഈ പാർട്ട്ണർഷിപ്പ് ഒരു സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. ടെമ്പറൻസ്. അപ്പോൾ ബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, ബാലൻസ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ. നിങ്ങളുടെ കരിയറിലും ഇനീഷ്യലി അത്ര പ്രോഫിറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ ബാലൻസ് ഉണ്ട് ഇവിടെ. 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ കുറേ ബിസി സമയവുമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണ എനർജിയിൽ ആണ്. ഒരു ഓൺടർപ്രനറിൻ്റെ മാതിരി, എന്നുവെച്ചാൽ ഒരു ബിസിനസ് പേഴ്സൺ അങ്ങനെയാണല്ലോ, കുറേ കാര്യങ്ങൾ ഒരുമിച്ചാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഔട്ട്കം ഇവിടെ എന്താണ്? ഔട്ട്കമാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു ഓഫറുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ബിസിനസ്, ഈ പ്രൊഫഷൻ, ഇത് നിങ്ങളെന്താ തുടങ്ങണമെന്ന് വെച്ചാൽ അതിൽ ഒരു പ്രോഗ്രസ് ഞാൻ കാണുന്നു. നിങ്ങൾ പേജ് ഓഫ് കപ്സിനാണ് തുടങ്ങിയത്, പക്ഷേ ഔട്ട്കം നിങ്ങളുടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അത് പ്രോഗ്രസ് ആണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണു പറഞ്ഞാൽ ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇത്രയും ജോലി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു 1 man ഷോ മാതിരിയാണ് ഇവിടെ കാണുന്നത്. ഒരു പാർട്ട്ണർ ഉണ്ട്, പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾക്കാണ് എല്ലാം കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സ്ട്രെസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. പക്ഷേ ഇവിടെ 6 of Wands ആണ്. അപ്പോൾ കുറേ ഫെയിമും പോപ്പുലാരിറ്റിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ തുടങ്ങേണ്ട കാര്യം കുറേ ഫെയിം ആൻഡ് പോപ്പുലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരും. ആൻഡ് നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിലായിരിക്കും. അപ്പോൾ ഇത് നല്ല പോലെ ഒരു സക്സസ്ഫുൾ വെഞ്ചർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ നമ്പർ 2. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സിറ്റുവേഷൻ നമ്പർ 3ലേക്ക് പോവാം. എന്താണ് സിറ്റുവേഷൻ നമ്പർ 3 നിങ്ങളുടെ കരിയറിൽ? അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ 3 എന്താണ്? സിറ്റുവേഷൻ 3ൽ ഞാൻ കാണുന്നത് ഹൈ പ്രീസ്റ്റസ് ആൻഡ് 3 of Cups. ഈ ഹൈ പ്രീസ്റ്റസ് എന്താണ്? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു അൺനോൺ ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് മേ ബി ഒരു നെക്സ്റ്റ് 15-20 ഡേയ്സിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതൊരു സർപ്രൈസ് ഓഫർ ആവാം.
നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പറയാൻ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ആക്ച്വലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ ഓഫറാണ്. അപ്പോൾ കുറേ സ്റ്റേബിൾ പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓഫർ, ഒരു പുതിയ ജോലിയുടെ ഓഫർ ആവാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുവെച്ചാൽ ഇതൊരു നല്ല ന്യൂസ്, ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓഫറിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചില ചാലഞ്ചസ് ഉണ്ട്, ചില ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കുറേ കൺഫ്യൂഷൻ്റെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരണ എനർജി ആവാം. 3 of Swords ഉണ്ട് ഇവിടെ, ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെയും എനർജി ഉണ്ട്. ഈ ഹാർട്ട് ബ്രേക്കിൻ്റെ എന്താണ് ഇവിടെ എനർജി കാണുന്നത്? 8 of Swords. അപ്പോൾ എന്തോ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ സിറ്റുവേഷനിൽ പിന്നെ നിങ്ങൾ കുറേ അൺഷുവർ ആവും, എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു എനർജിയിലാവും. എന്നുവെച്ചാൽ ഇത് എന്തോ ബ്ലോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഓഫർ കയ്യിൽ വന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ഒരു ബ്ലോക്ക് മാതിരി എല്ലാം വന്നിട്ടും ഒന്നും മുമ്പോട്ട് പോവാത്ത എനർജി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. ഈ സ്റ്റാഗ്നേഷന് എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകണത്? അഡ്വൈസ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഒരു ഇമോഷൻസിൻ്റെ എനർജിയാണ്, ഫ്ലോയിൽ പോണ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയണത് വെച്ചാൽ അതിനെ ഹാൻഡിൽ പറഞ്ഞാൽ ഒരു ഫ്ലോയിൽ പോയിട്ട് നോക്കുക, എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. കുറച്ച് പ്രാക്ടിക്കലായിട്ടും വേണം നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കുക. വേണമെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു പേഴ്സൻ്റെ ഹെൽപ്പും എടുക്കാം, ഒരു പ്രൊഫഷണലുടെ ഹെൽപ്പ്, ഇല്ല ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കാം. ഈ ഫ്രണ്ട് മേ ബി ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആയിരിക്കാം, അവർ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ അഡ്വൈസ് ആയിരിക്കും തരുന്നുണ്ടാവുക ഈ സിറ്റുവേഷനിൽ. 3 of Wands. അപ്പോൾ ഇവിടെ ഹോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഹോപ്പ്ലെസ് എനർജി അല്ല, പറഞ്ഞാൽ ഒട്ടും ഇത് ശരിയാവാത്ത എനർജി അല്ല. ഡെഫിനറ്റ്ലി ഇവിടെ ഹോപ്പ് ഉണ്ട്, പക്ഷെ ചില ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട്, ചില ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ഇവിടെ നമ്പർ 3 ആണ് കാണുന്നത്. അപ്പോൾ 3 of Wands, 3 മാസം ഏകദേശം എടുക്കും ഈ ബ്ലോക്സിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന എനർജിയാണ് 10 of Wands. 10 of Wands ഒരു സക്സസിൻ്റെ എനർജിയാണ്, എബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നല്ല പോലെ തുടങ്ങേണ്ട എന്തോ, പിന്നെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൽ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട്. പക്ഷെ നിങ്ങളെ ആരോ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. ഹെൽപ്പ് ചെയ്യില്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആരുടെയോ ഒരു ഫ്രണ്ടിൻ്റെയോ ഫാമിലി മെമ്പറുടെ ഹെൽപ്പ് എടുത്തിട്ട് ഈ സിറ്റുവേഷനെ ഈസിലി ഓവർകം ചെയ്യാം. 3 months എടുക്കും, പക്ഷേ എൻഡ് റിസൾട്ട് ഇവിടെ പോസിറ്റീവാണ്. 10 of Pentacles എബണ്ടൻസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് വോൺസും ഇവിടെ ഉണ്ട്. അപ്പോൾ കിങ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ 5 of Wands ഉണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക്. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ വേറെ ആൾക്കാർ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യണു. ഇത് കോമ്പറ്റേറ്റീവ് ആൾക്കാരാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ കലീഗ്സ് ആവാം, അതല്ല വെച്ചാൽ കോമ്പറ്റീഷൻ ബിസിനസ്സിൽ കോമ്പറ്റീറ്റേഴ്സ് ആവാം. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഏരീസ്, അക്വേരിയസ്, ലീബ്ര, ജെമിനായി. എംപറർ എനർജി ഇവിടെ ഏരീസ് എനർജിയാണ്. ഓക്കെ, ആൻഡ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എംപറർ എനർജി ഒരു പവർഫുൽ പേഴ്സൺ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബോസും ആവാം. നിങ്ങളുടെ ബോസ് തന്നെ ഓഫീസ് പോളിറ്റിക്സിൻ്റെ പറഞ്ഞ ഓഫീസ് പോളിറ്റിക്സിൽ അവർ മേ ബി നിങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനത്തെ എനർജിയും ആവാം. പക്ഷേ നിങ്ങൾ അതിന് പുറത്ത് വരണു, കുറേ സക്സസ്ഫുള്ളി നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാരുടെ വേണിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാം. ഇങ്ങനത്തെ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ ആണ് വെച്ചാൽ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് സിറ്റുവേഷൻ നമ്പർ 3. ഇത് നിങ്ങൾക്ക് ഈ 3 സിറ്റുവേഷൻസിൽ ഏതാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി വെച്ചാൽ കമൻസിൽ എഴുതി പറയുക, ഏത് സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യണമെന്ന്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.